ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് പൂരി അതുപോലെ തന്നെ ഒരു തക്കാളി കുറുമൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ വെച്ചിട്ടാണ് സാധാരണ പൂരി ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചേർക്കാണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തക്കാളി കുറുമ നമ്മളെ വീട്ടിൽ എപ്പോഴാണെങ്കിലും ഇറച്ചി മുട്ട ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ ചേർക്കുന്നത് പൂരി നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ മൈദയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും കോൺഫ്ലവർ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ടിരിക്കും പൂരി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കോൺഫ്ലവർ ഗോതമ്പ് പൊടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല വെള്ളം. നല്ല സാധാരണ വെള്ളം എടുക്കരുത് കേട്ടോ. കുറച്ച് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഒഴിച്ചിട്ട് പൂരിൻ്റെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. ഒന്നിച്ച് വെള്ളം ചേർക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവും. കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ വെള്ളം പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും മതിയെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂരി കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് ലൂസാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൂരി നല്ലോണം എണ്ണ കുടിക്കും. കുറച്ച് ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൂരി തന്നെ ആയിക്കാരം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓയിലൊന്ന് തടവിയിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ ഓയിൽ തടവിയിട്ട് പൂരി ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന സമയത്ത് മാവ് അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള തക്കാളി കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുറുമ. ഇതിലേക്ക് 2 ഗ്രാമ്പൂ, അതുപോലെ 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ ചതച്ചിട്ടില്ല, കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ചെറിയ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതാണ് നല്ല കേട്ടത്. ഇവിടെ കിട്ടുന്നൊക്കെ ഒരു വലിയ ഇലയാണ്, അപ്പോൾ അത് അത്ര മണമൊന്നുമില്ല അധികം. ഇതിലേക്കൊരു 10 അല്ലി ചെറിയ ഉള്ളിയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വലിയുള്ളി ചേർക്കരുത് കേട്ടോ, ചെറിയ ഉള്ളി തന്നെ ചെയ്യുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അളവ് പറയാത്തത് അതുകൊണ്ടാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ആ ഒരു മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, എന്നാലും ഉള്ളിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്ന ഒരു സമയത്ത് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം വഴന്നിട്ടുണ്ട് തക്കാളി. നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. കൂടുതൽ മസാലയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്
ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത് കറി. അത്യാവശ്യം നമ്മൾ കുറുമയാണല്ലോ, അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മുടെ കറി വേണം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത്. കറി തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കുറുമയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഇറച്ചിയും മുട്ടയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചപ്പാത്തി, അപ്പം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ മാവ് ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പൂരിക്കുള്ള. ഇപ്പോൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ബോളുകളും ഇങ്ങനെ ഉരുട്ടിയിട്ട് പരത്തി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോളർ വെച്ചിട്ട് അങ്ങനെ പരത്താം. പ്രസ്സിൽ പരത്തണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാവിലെയൊക്കെ വളരെ സമയം നമുക്ക് കുറവായിക്കാരം, അപ്പോൾ തിരക്ക് പിടിച്ച സമയക്കാരം. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്സിൽ അമർത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഓരോന്നും നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താകുമ്പോൾ ഇങ്ങനെ പരത്തിയതൊന്ന് കാണിച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. മറ്റേത് വീട്ടിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രസ്സിൽ ഇങ്ങനെ ഒരു കവർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓയിൽ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒട്ടി പിടിക്കൂല. അപ്പോൾ എല്ലാ ബോൾസും നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ സമയം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും കേട്ടത്, നന്നായിട്ട് തന്നെ പൊങ്ങി വരും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പൂരിയാണ് കേട്ടോ അത്. ഇപ്പോൾ കോരി വെച്ചിട്ടൊക്കെ ചെയ്യുന്നേക്കാൾ ഇതുപോലെ സ്റ്റിക്കോ പപ്പടക്കോലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോരിയെടുക്കണ എണ്ണയൊന്നും അധികം വേസ്റ്റായി പോകില്ല കേട്ടോ. ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഈ പൂരി. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയ പൊടീൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കരിഞ്ഞിട്ടാണ്, അത് കോരിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ കരട് പോലെ നിൽക്കുന്നതാണ് കേട്ടോ. എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ പൂരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കഴിക്കാൻ വന്നിരുന്നാലും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണല്ലോ പൂരി. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പൊറോട്ട പൂരിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പൂരിയാണ് കേട്ടോ അത് നമ്മൾ മൈദയിൽ വെച്ചിട്ടാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. അപ്പോൾ ഞാൻ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കുറച്ച് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൂരി, അതുപോലെ തന്നെ നമ്മളുടെ സ്പെഷ്യൽ തക്കാളി കുറുമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ റെസിപ്പിയൊക്കെ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.